ടെക് ടോക്ക് അനീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വേറെ 2 ചാനലുണ്ട്. ഒന്ന് മാച്ച് ഡേ 365, മൈ പോസിറ്റീവ് ആക്ഷൻ. അതിലൊരു ചാനൽ മോണിറ്റൈസേഷൻ ഏകദേശം ആയിരിക്കുകയാണ്. ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മറ്റേ ചാനലിൽ ഞാൻ എനിക്ക് പറ്റുന്ന ഓരോ മണ്ടത്തരങ്ങളും ഓരോ പരീക്ഷണങ്ങളും നടത്താൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ് മറ്റേ ചാനൽ. ഇതുവരെ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ആ മണ്ടത്തരങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത്. തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ചാനൽ. എല്ലാം അറിയാവുന്നവർ ഈ ചാനൽ കണ്ട് യാതൊരു കാര്യമില്ല. യൂട്യൂബിലേക്ക് വരുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന എല്ലാ ആളുകളും ഒരുപാട് തെറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെയാണ് ഞാനും തുടങ്ങിയത്. പിന്നെയാണ് പല ആളുകളുടെ യൂട്യൂബ് ടെക് വീഡിയോസ് കണ്ട് ഓരോ തെറ്റും മനസ്സിലാക്കി ശരിയാക്കി കൊണ്ടുവന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു ABCD അറിയാൻ പാടില്ലായിരുന്നു. ആദ്യം ഒരു വീഡിയോ ഇട്ട് നമ്മുടെ കൂട്ടുകാരന്മാരായിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിയുടെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ചാനൽ തുടങ്ങിയത്. ആദ്യം വീഡിയോ ഇട്ട് പിന്നെ ഉള്ള എല്ലാ കൂട്ടുകാരന്മാരെ കൊണ്ടും വിളിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എന്തെങ്കിലും ഒരാഴ്ചയിൽ ഒരു വീഡിയോ, 2 ആഴ്ചയിൽ ഒരു വീഡിയോ ഏതെങ്കിലുമൊക്കെ ഇടും. അങ്ങനെയുള്ള പരിചയമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു 3 മാസത്തോളം ഒരു 100 സബ്സ്ക്രൈബറുടെ ഇങ്ങനെ എല്ലാവരെ കൊണ്ടും പറഞ്ഞ് ചെയ്യിപ്പിച്ച്. അതിനുശേഷം ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. അത് ഞങ്ങളുടെ കളിയുടെ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ കോപ്പി റൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഒരു സോങ്സ് ആഡ് ചെയ്ത് അതിന് കോപ്പി റൈറ്റ് കിട്ടി. പിന്നെ പല ആളുകളായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്. കോപ്പിറൈറ്റ് ലോങ് വീഡിയോയിൽ സോങ്സ് ആഡ് ചെയ്യാൻ സാധിക്കില്ല. സാധിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നുള്ളൂ. ആദ്യം മനസ്സിലാക്കിയത് അതാണ്, കോപ്പിറൈറ്റ്. അതിനുശേഷം അത് മനസ്സിലാക്കി അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാതെ റീച്ച് കിട്ടി. റീച്ച് എന്ന് പറഞ്ഞാൽ 300 വ്യൂസ് നമുക്ക് റീച്ച് കിട്ടി. അങ്ങനെ ഓരോ വീഡിയോസ് ഇട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അറിയാതെ ഒരു വീഡിയോ ഏകദേശം ഒരു 1K അടുത്ത്, ഒരു വീഡിയോ 1K അടുത്തായപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് കൊള്ളാല, ഈ സംഭവം പരിപാടിയെല്ലാം നല്ലതാണ്, നമ്മുടെ ചാനലും റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക് കയറി തുടങ്ങി. നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ മണ്ടത്തിലാണ് നമ്മൾ എല്ലാ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെന്ന് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കുറേ സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് നല്ല വിഷമമായിരിക്കും. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളമായി ചാനൽ ഏകദേശം ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് അത് ആഡ്സൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചാനൽ ചെക്കിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് ആ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇതുവരെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ, യൂട്യൂബിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ, ഞാൻ ചെയ്ത ട്രിക്കുകൾ, അതെല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എല്ലാ ആളുകളും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ തുടക്കക്കാരാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ ചെയ്തു പോകുന്നത്. നമ്മളിടുന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബറാണ് ജെന്യുവൻ സബ്സ്ക്രൈബർ. അല്ലാത്ത സബ്സ്ക്രൈബറെല്ലാം നമ്മൾ ചെന്ന് ചെയ്യിപ്പിക്കുന്ന സബ്സ്ക്രൈബറെല്ലാം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒന്നും പോലും കാണാൻ സാധിക്കില്ല, ക്ഷമാണിക്കില്ല. നമ്മുടെ ചാനലിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ഈ ആളുകളെ കൊണ്ട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. മാക്സിമം ആ തെറ്റ് ഒഴിവാക്കുക. ഒരു ചാനൽ തുടങ്ങുക, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. യൂട്യൂബിലേക്ക് കടന്നു വരുന്ന പുതിയൊരു തുടക്കക്കാരെ യൂട്യൂബ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതാണ് യൂട്യൂബിൻ്റെ 2025 അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൊരു യൂട്യൂബിൻ്റെ ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ മെയിൻ പേജ് എടുക്കാൻ നേരത്ത് അതിൽ വ്യൂസ് വളരെ കുറവുള്ള ആളുകളുടെ വീഡിയോസ് ആയിരിക്കും നമ്മൾ ഫ്രണ്ടിൽ വരുന്നത്. ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ടൈറ്റില്, തമ്പനെയില്, കീവേഡ്, എൻഡ് സ്ക്രീൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. എല്ലാ ആളുകളെ കൊണ്ട് ചോദിച്ച് അറിഞ്ഞറിഞ്ഞാണ് മനസ്സിലാക്കിയെടുത്തേക്കുന്നത്. അതെല്ലാം നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം. എല്ലാ ആളുകളും ഈ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ടെക് ടോക്ക് അനീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.